ഇന്നലെ ഒരു വാർത്ത കണ്ടു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന മുഹമ്മദ് ഹുസൈൻ MDMA-യുമായി പിടിയിലായി എന്നുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടന്ന റെയ്ഡാണെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയോട് ഇത്രയും അടുപ്പമുള്ള, അതായത് പല പല സാഹചര്യങ്ങളിലും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, വീഡിയോ എടുക്കുന്നു. മുഹമ്മദ് ഹുസൈൻ്റെ വീട്ടിൽ വരെ മുഖ്യമന്ത്രി പോയി, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ MDMA-യുമായി അറസ്റ്റിലായത്. ഇത് ശരിക്കും പിന്നെ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ശരിക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശന് ശരിക്കൊരു തിരിച്ചല്ല. ഇത്രയും ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ അത്ര അടുപ്പം ഉണ്ടായി എന്നുള്ളത് വി.ഡി. സതീശന് ഒരു തിരിച്ചടിയാവില്ലേ? അല്ല, അത് പൂർണ്ണമായി തിരിച്ചടിയാകുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനുമായി UDF സർക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ തൂഫാൻ എന്ന പദ്ധതി രമേശ് ചെന്നിത്തല കേരളത്തോട് പറയുമ്പോൾ ഒരുപാട് ആശങ്കകൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളെ ഇത് ബാധിക്കുമോ ഇല്ലയോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കോ അല്ലെങ്കിൽ മറു പാർട്ടികൾക്കോ ഒക്കെ വേണ്ടി ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കില്ലേ. മറുവശത്ത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളെ കേസിൽ പിടിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുമായി പിടിച്ചാൽ, അവരുടെ രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ വെച്ച് ആ കേസിൽ നിന്ന് അവർക്ക് വേഗത്തിൽ തടിയൂരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകുമോ, അല്ലെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ആശങ്കയായി നിലനിന്നിരുന്നത്. അത് ശരിയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതായത് പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടൊക്കെ അടുത്ത ബന്ധം, ഇത് പറയുന്നത് മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഏറ്റവും അടുത്തുള്ള, അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം എന്താണ് ചെയ്യുക? മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ഒഴിവാക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അതുപോലെ അല്ല ഇത് സംഭവിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം എന്തായാലും അതൊരു തിരിച്ചടിയാവില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. പറയുന്നുണ്ടല്ലോ, തൂഫാന് വേണ്ടി അല്ലെങ്കിൽ തൂഫാന്റെ പ്രതിജ്ഞാ ചടങ്ങിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു, ഓൾ ഇന്ത്യറായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായി ഇപ്പൊ ഏതൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും എടുക്കേണ്ട നിലപാടാണ്, ഞാൻ ലഹരിക്കെതിരായി പോരാടുകയാണെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നും അത്തരം കച്ചവടങ്ങൾ നടത്തില്ല എന്നുള്ളത് ആ വ്യക്തി തന്നെ തീരുമാനമെടുക്കേണ്ടതാണ്. അല്ല, ഈ വ്യക്തിയാണ് പെരുമ്പാവൂരിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി, പ്രചരണത്തിന് ഭാഗമായി പെരുമ്പാവൂരിലെത്തിയപ്പോൾ അതിന്റെ ജാഥ നയിച്ചത് ഈ മുഹമ്മദ് ഹുസൈൻ ആണെന്ന് തോന്നുന്നു. പിന്നെ വേറെ ഒരു പരിപാടിയിലും ഒക്കെ എന്താണ് പതാക കൈമാറി, ജാഥ ക്യാപ്റ്റനായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണിത്. ഇപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ എടുക്കാം. കാരണം എന്താ വെച്ചാൽ, ഇത് ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ട സംഭവം എന്ന് വെച്ചാൽ, ആരെയും വെറുതെ വിടില്ല എന്നത്. അതായത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ആരെയും വെറുതെ വിടില്ല എന്ന് വെച്ചാൽ, പാർട്ടി ആയാലും എത്ര വലിയ ആൾക്കാരായാലും ആരെയും വെറുതെ വിടില്ല എന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു ഇതിലും ഇങ്ങനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതിനെ ഇപ്പൊ പ്രധാനമായിട്ട് ചേട്ടൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആളാണ്, കോൺഗ്രസിലെ ഏറ്റവും, അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായാണ് എന്നതിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കോൺഗ്രസ്സുകാരനായാലും മുഖ്യമന്ത്രിയുമായിട്ട് ആയാലും ആഭ്യന്തരമന്ത്രിയുമായിട്ടായാലും അല്ലെങ്കിൽ മന്ത്രിസഭയുമായി എത്ര അടുത്ത ബന്ധമുള്ള വ്യക്തിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അകത്ത് കിടക്കട്ടെ എന്നുള്ളതാണ് പല എം എൽ എമാരും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങളുമായി നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ ഞങ്ങൾ ആരും വിളിച്ചു പറയില്ല, അല്ലെങ്കിൽ MLA MPയോ സമീപിക്കരുത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ എന്താണോ അത് നിങ്ങൾ അനുഭവിക്കുക എന്നാണ് പറഞ്ഞത്. അതേ രീതി തന്നെയാണ് സ്വന്തം പാർട്ടിക്ക്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേരളത്തിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, സ്വന്തം പാർട്ടിയിലുള്ളവരെ പിടിച്ചാൽ കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും എടുക്കുന്നതെന്ന്. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്ന് പറയുന്നത് കയ്യടി അർഹിക്കുന്ന നിലപാട് തന്നെയാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന് രാഷ്ട്രീയമായി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം സംഘടനയുടെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, വോളണ്ടിയർമാരായി കൊണ്ടുവരുന്ന ആളുകൾ ഓപ്പറേഷൻ തൂഫാൻ പോലെ വലിയ പദ്ധതിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കേണ്ടത് സർക്കാരിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് യൂത്ത് കോൺഗ്രസിലെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ശബ്ദമുയർത്തുന്ന സൈബർ പോരാളിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗത്വമുള്ള ആളാണെങ്കിൽ അദ്ദേഹം ഒരു വോളണ്ടിയർ ആയിട്ടൊക്കെ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ട ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അത് ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ആ പാർട്ടി തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാർത്ത പ്രധാനമായിട്ടും വന്നത്, ഞാൻ കണ്ടത് കൈരളി TV, പിന്നെ ദേശാഭിമാനി,
ജനം TV, പിന്നെ ജന്മഭൂമി, ഇത്തരം മീഡിയകളിൽ മാത്രമാണ് ഇത് കണ്ടത്. മറ്റു മീഡിയകളിൽ വന്നോന്ന് അറിയില്ല. എന്തായാലും അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് VK സനോജ് MLA ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ പറയുന്നത് എന്താണ്, ആഭ്യന്തരമന്ത്രിയായിട്ടും ഇദ്ദേഹത്തിന് അടുപ്പമുണ്ട്. പിന്നെ പറയുന്നത് കേരളത്തിനൊരു ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്ന്, അതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ഈ മുഹമ്മദ് ഹുസൈൻ ഇതിനകത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ആ അഭിമാനം കറക്റ്റ് ആയില്ല, അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയം നോക്കിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നുവെങ്കിൽ ഇത് പ്രതിപക്ഷ ചാനലുകൾക്കും പ്രതിപക്ഷത്തിനുമൊക്കെ എന്താണ് സർക്കാരിനെതിരെ അടിക്കാവുന്ന ഒരു ആയുധം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പിന്നെ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആളാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമായിട്ട് അടുപ്പമുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവും ആയിക്കോട്ടെ, മുഖ്യമന്ത്രിയുമായും പ്രതിപക്ഷ നേതാവുമായി അടുപ്പമുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് അടുപ്പമുള്ള ആളാണ്. ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ കണ്ടന്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച് അവരുടെ പൂർണ്ണമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും തിരക്കിപ്പോയി അതെല്ലാം തിരുത്തി കൊണ്ടുവരാനും ആർക്കും കഴിയില്ല. അതൊരു എന്താണ് ശരിയായ രീതിയല്ല. അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഈ പറയുന്ന ആള് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നോ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണമെന്നൊന്നും പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോൾ തന്നെ അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇതേ രീതിയിലുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്നാണ്. കാര്യം എന്താണ്, ഇവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഷാഫിയാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അത് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതെങ്ങനെയാണോ തള്ളിക്കളഞ്ഞത് അതുപോലെ ഈ വിഷയത്തെ തള്ളിക്കളയാനും കണക്കാക്കാനും ആകും. ഇതിലിപ്പം പ്രധാനമായിട്ട് പറയേണ്ടത്, ഇപ്പൊ ഇതിന്റെ കൂടെ 2 പേര് കൂടെ അറസ്റ്റിലാണ്. ഈ മുഹമ്മദിന്റെ കൂടെ 2 പേര് കൂടെ അറസ്റ്റിലായിട്ടുണ്ട്. അവരുടെ വീട്ടുകളിലൊക്കെ VD സതീശനൊക്കെ സന്ദർശിച്ചതിന്റെ വീഡിയോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് CPM പറയുന്നത് പ്രധാനമായിട്ടും. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും അവരെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം വരുന്നത്. രക്ഷിക്കാൻ നോക്കിയിട്ടില്ലല്ലോ. കാരണം ഇവരെ അറസ്റ്റ് ചെയ്തത് തന്നെ പറയുമ്പോൾ തന്നെ ഇതില് VD സതീശൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നിലപാട് ഒന്ന് വ്യക്തമാക്കുന്നല്ലേ. ഇത് ആരെയും സംരക്ഷിക്കില്ല എന്നുള്ളത്. ചേട്ടാ, പിന്നെ ഇവര് പറയുന്നത് എന്താണ്, വീട്ടിൽ പോയിട്ടുണ്ട്, കൂടെ അറസ്റ്റ് ചെയ്ത ആളുകളുടെ വീട്ടിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന്. MLA-മാരുടെ മകന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ MLA-യുടെ മകന്റെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥം കേരളത്തിൽ പിടിച്ചിട്ടില്ലേ? അപ്പൊ എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. സർക്കാർ പറയണം, ഇവൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പിടിക്കേണ്ടാവുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്ന ഏറ്റവും വലിയ, കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയേണ്ടി വരും. എന്നാൽ അത്തരമൊരു നിലപാടെടുത്തില്ലല്ലോ, അറസ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത്. ആദ്യം പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞതെന്നാണ്, ഒന്നും നോക്കില്ല, സിനിമാ മേഖലയാകട്ടെ രാഷ്ട്രീയ മേഖലയാകട്ടെ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഒരു തരത്തിലുള്ള ആനുകൂല്യം കിട്ടില്ല. ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ കുത്തക മുതലാളിമാരാണെങ്കിൽ പോലും ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, ലഹരി ഉപയോഗം നടത്തുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതേ കാര്യമാണ് സർക്കാർ എന്താണോ മുന്നോട്ട് വെച്ചത് അതേ കാര്യം തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്ന് അവർ ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. കോൺഗ്രസ്സുകാരനെ പിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ അറസ്റ്റിലാവട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ക്രൂശിക്കപ്പെടട്ടെ എന്ന നിലപാടാണ്. ആ നിലപാടിന് കൈയടിക്കുകയാണ് വേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം, ഒരു MLA, എനിക്ക് തോന്നുന്നു പൂഞ്ഞാറ് MLA ആണെന്ന് തോന്നുന്നു, ഒരു ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ തൂഫാൻ ആരംഭിച്ച ഉടനെ തന്നെ പറയുന്നത്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലഹരിയുമായി പിടിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു അങ്ങനെയുള്ള കാര്യത്തിൽ എന്തിനെങ്കിലും പോലീസ് പിടിക്കുകയോ എന്ന് വെച്ചാൽ ഇതിനെ മാത്രം എന്നെ പേര് വിളിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് വേറെ എന്ത് കാര്യങ്ങൾക്ക് വേണം നിങ്ങൾ വിളിച്ചോ, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ലഹരി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് എന്നെ വിളിക്കരുത്. ആ ഒരു നിലപാട് വളരെ ശക്തമായ നിലപാടായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരും ഈ അങ്ങനത്തെ, അതുകൊണ്ട് തന്നെയാണ് ഈ തൂഫാൻ ഇത്രയും വലിയ വിജയമായതും നമുക്ക് പറയാൻ പറ്റും. അല്ല, അവിടെ പിന്നെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ല, അതും പറയണമല്ലോ. പ്രതിപക്ഷവും ഒരു ആത്മാർത്ഥമായി തന്നെ പല ആളുകളും പല MLA-മാരും നല്ല പിന്തുണയാണ് നൽകുന്നത്. ലഹരി പദാർത്ഥങ്ങളുമായി പിടിച്ചാൽ അത് പാർട്ടിക്കാരാണെങ്കിലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന നിലപാടെടുത്തവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഏത് വിഷയങ്ങളെയും ഇതുപോലെ എടുക്കുന്നത് ശരിയല്ല. പ്രതിഷേധിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് ഒരുപാട് നല്ല വിഷയങ്ങളുണ്ട്, അതൊന്നും എടുക്കാതെ. അല്ല, ഇത് പ്രതിപക്ഷം ഇത് പ്രതിഷേധിക്കുകയാണെങ്കിൽ പുള്ളി നേരെ തിരിച്ചല്ലേ വരുന്നത്. യഥാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ, അതായത് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ VD സതീശന്റെ ഭാഗത്ത് ശരിയല്ലേ കാണിക്കുക, അല്ലെങ്കിൽ UDF സർക്കാരിന്റെ ഭാഗത്ത് ശരിയല്ലേ കാണിക്കുന്നത്. ആളാരം നോക്കിയിട്ടല്ലോ ഈ നടപടി എടുക്കുന്നത് എന്നുള്ളത് അതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി ഇപ്പൊ CPM ഇല്ല എന്ന് പറയേണ്ടി വരും. ഏതൊക്കെ വിഷയത്തിൽ കൊണ്ട് തല വെക്കുന്നു ആ വിഷയത്തിലെല്ലാം പെട്ടുപോകുന്നത് CPM ആണ്. ഇപ്പൊ കുറെ നാളായിട്ട് അതാണ് നടക്കുന്നത്. എന്നിട്ടും ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നില്ല.